ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാനൊരു തിരുവനന്തപുരത്തുകാരിയാണെന്നും എന്റെ ഹസ്ബൻഡ് ഒരു കൊല്ലംകാരനാണെന്ന് എന്റെ ഫോളോവേഴ്സ് മിക്കവർക്കും അറിയാമെന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പോൾ നമുക്ക് ഈ കൊല്ലം തിരുവനന്തപുരം തമ്മിലുള്ള ചെറിയ ചെറിയ വാക്കുകളുടെ ഒരു വ്യത്യാസങ്ങളാണ് ഞാനിന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഫണ്ണായിട്ട് എടുത്താൽ മതി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വന്നപ്പം കൊല്ലത്ത് ചില വാക്കുകൾ നമുക്ക് ചിലപ്പോൾ പിടികിട്ടത്തില്ല, അവർക്ക് നമ്മളെ വാക്കുകൾ പിടികിട്ടത്തില്ല. പിന്നെ ഒരു കാര്യം ഞാൻ മെയിനായിട്ട് പറയാം, നമ്മളിപ്പം ജനിച്ച് വളർന്ന ഒരു ജില്ലയുണ്ട്, ആ ജില്ലയ്ക്ക് ചില സവിശേഷതകളുണ്ട്, അവിടുത്തെ ഭാഷയ്ക്കും എല്ലാ രീതികൾക്കൊക്കെ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പം ഞാൻ ഒരു ഇൻ കേസ് പറയുവാണെങ്കിൽ സദ്യ വിളമ്പുന്നത് തന്നെ നമ്മൾ അവിടുന്ന് ഇഞ്ചിക്കറി എന്നാണ് ആദ്യം തുടങ്ങുന്നത്, ഇവിടെ വേറെ രീതിയിലാണ് വിളമ്പുന്നത്. അപ്പൊ അങ്ങനത്തെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ എന്റെ പേഴ്സണലി ഉള്ള എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാനിതിൽ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. പിന്നെ അപ്പൊ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ഈ വന്ന് കഴിഞ്ഞപ്പോ എനിക്ക് മെയിനായിട്ട് പറയാനുള്ള ഒരു വെച്ചാൽ, നമ്മുടെ നാട്ടില് ഈ പഴുതാര എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഒരു ജീവി ഉണ്ടല്ലോ, അതിനെ അപ്പം ഇതിങ്ങനെ ഇവരുടെ വീട്ടിന്റെ അടുത്ത് പറമ്പൊക്കെ കിളച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ സാധനത്തിനെ കണ്ടു, പഴുതാര എന്ന് പറഞ്ഞപ്പം ഇപ്പൊ ചേട്ടൻ എന്ന് വെച്ചാൽ അറിയാമോ എനിക്ക് അറിയത്തില്ല, പക്ഷെ ഇവര് പറഞ്ഞത് പേര് പാറുകലി എന്നാ പറഞ്ഞത്, പാറുകലി. അപ്പൊ പാറുകാലി എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്നത് എന്തുവാന്ന് മനസ്സിലായി, എന്ത് ജീവിയാ പറയുന്നത്, പാറുകാലി പോകുന്നു പറഞ്ഞു. അപ്പൊ അത് എന്ത് ജീവിയാന്ന് അറിയണമല്ലോ. അവസാനം അത് ഗൂഗിൾ വഴി സെർച്ച് ചെയ്ത് അവസാനം അത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ പഴുതാരയാണോ, നമ്മളവിടെ പഴുതാര ചെതുമ്പൂരൻ എന്നൊക്കെ പറയും, അപ്പൊ അതാണോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ സംഭവം ശരി തന്നെയാണ്, അതിനെയാണ് അവർ പാറുകാലി എന്ന് പറയുന്നത്. നമ്മളവിടെ പഴുതാര ചെതുമ്പൂരൻ എന്നൊക്കെ പറയും, അങ്ങനെ പറയും. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊറോട്ട, നമ്മളവിടെ പൊറോട്ട എന്നല്ലേ പൊറോട്ടയെ പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ പൊറോട്ട പത്തിരി എന്ന് ചിലർ പറയും കേട്ടോ. പത്തിരി, നമ്മളവിടെ പത്തിരി എന്ന് പറയുമ്പം മറ്റേ അരിപ്പത്തിരി റൊട്ടി പോലത്തെ സംഭവമാണ് എനിക്കറിയാന്നുള്ളത്. അപ്പൊ ഇവിടെ കോമൺ ആയിട്ട് പൊറോട്ടയെ പത്തിരി എന്ന് ചിലർ പറയാറുണ്ട്. പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ തിരുവനന്തപുരത്ത് വിള പറമ്പ് എന്നൊക്കെ പറയുന്നതിനെ ഇവിടെ അയ്യത്ത്, അപ്പുറത്തെ അയ്യത്ത് എന്നാ പറയുന്നത്. അയ്യോ എന്ന് വെച്ചാൽ നമ്മളിവിടുത്തെ പറമ്പ് വിള, അതിനെയാണ് അയ്യത്ത് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ തിരുവനന്തപുരത്തുകാർ പറയുന്ന ആ ചുമരിൽ കൂടെ ഒരു പല്ലി പോകുന്നു, ഇവര് ചുമരെന്ന് പറയുമായിരിക്കും, എനിക്കറിയത്തില്ല, എന്നാലും ഭിത്തിയിലൂടെ എന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലി പറയുവാണെങ്കിൽ കൊല്ലംകാരുടെ സ്ലാങ്ങൊക്കെ ഇഷ്ടമാണ്. പക്ഷേ പൊതുവേ നമുക്ക് വേറെ ജില്ലക്കാർക്ക് ഒരു കുഴപ്പമുണ്ട്, നമ്മളെ തിരുവനന്തപുരത്തിന് ഒരു നമ്മളെ കണ്ട് ഞാൻ എന്തിനപ്പം ഇങ്ങനെയൊക്കെ ഒരു ഇത് എന്നുവെച്ചാൽ സുരാജ് വെഞ്ഞാറമൂട് പറയുന്ന കണക്കുള്ള ഒരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ സംസാരിക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാവുമായിരിക്കും, പക്ഷേ എനിക്കറിയത്തില്ല, ഇച്ചിരി സംസാരിക്കുമ്പോൾ കുറച്ച് നീട്ടി സംസാരിക്കുന്ന ഒരു ഇത് നമ്മളെ തിരുവനന്തപുരത്തിലുണ്ട്. എന്ന് വെച്ചാൽ അതിനെ കളിയാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഞാൻ എത്രയൊക്കെ ആയാലും ഞാൻ ജനിച്ചു വളർന്നത് തിരുവനന്തപുരത്താണ്. അപ്പം അതിനോടുള്ള ഒരു നന്ദിയും കൂറും ഒക്കെ എനിക്കുണ്ട്, മനസ്സിലായോ. ഇപ്പൊ എത്ര വർഷം വന്ന് കൊല്ലത്ത് ജീവിച്ചാലും ചിലപ്പോൾ നമ്മളെ ഉള്ളിൽ നമ്മൾ സംസാരിച്ച് കുഞ്ഞിലെ തൊട്ടേ, കാരണം ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് എനിക്കിപ്പോ ഞാൻ എന്തായാലും സംസാരിച്ച് തുടങ്ങിയിട്ട് 1.5 വയസ്സ്, എങ്ങനെയായാലും ഒരു 30 വർഷത്തോളം ഞാൻ സംസാരിച്ചാൽ അതിൽ നിന്ന് എനിക്ക് പെട്ടെന്ന് ഒരു കുറച്ച് വർഷം കൊണ്ട് മാറാനൊന്നും പറ്റത്തില്ല. എങ്കിലും നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ എന്തൊരു എന്നുള്ള വാക്കൊക്കെ എനിക്കങ്ങ് സ്പീഡിൽ വന്നു പോകും കേട്ടോ. അപ്പൊ ഇവർക്കൊക്കെ ഭയങ്കര കളിയാക്കലാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, നമ്മളെ വെട്ടുകത്തിയെ ഇവർ പറയുന്നത് കത്താളെന്നാണ് പെട്ടെന്ന് പറയുന്നത്. വെട്ടുകത്തി എന്നും പറയും, കത്താളെന്നാണ് കൂടുതലും പറയുന്നത്. പിന്നെ നമ്മളെ നാട്ടില് നവര എന്ന് പറയുന്ന മീൻ, നവര മീൻ, ഒരു ഓറഞ്ച് കളർ മീൻ, അതിന് ഇവിടെ പറയുന്നത് എന്തുവാ, ഉണ്ണിമേരി എന്നാണ് കേട്ടോ. അത് ഉണ്ണിമേരി എന്നല്ല, കിളിമീൻ എന്നാണ് പറയുന്നത്. കിളിമീൻ, നവരമീന് കിളിമീനെന്നും. പിന്നെ നമ്മളെ നെത്തോലി ചൂടാന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടില് നരിമീൻ എന്ന് പറയുന്ന ഒരു മീനുണ്ട്, പാമ്പിന്റെ തോല് പോലെ വരുന്നൊരു മീന്. ആ മീനിനെ ഇവിടെ പറയുന്നത് ഉലുവാച്ചി എന്നാ പറയുന്നത് കേട്ടോ. ഞാനിപ്പോ ഏകദേശം എല്ലാ പേരും പഠിച്ചിട്ടുണ്ട്. എനിക്കിപ്പോ ഇവിടെ മാർക്കറ്റിലൊക്കെ പോയി ആ പേരേ പറയാൻ പറ്റത്തുള്ളൂ. ഞാനിത് സംസാരിച്ചു വരുമ്പോൾ ഭയങ്കരമായിട്ട് ലെങ്ത് കൂടി പോകും കേട്ടോ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയാം. പിന്നെ കുറെ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ കുറെ എന്ന് പറയുന്നതിന് ഇവിടെ തോനെ എന്ന് പറയും. എനിക്കാണെങ്കിൽ നമ്മളെ തിരുവനന്തപുരത്ത് അങ്ങനെ സംസാരിക്കുന്നവരുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ എനിക്ക് ഈ തോനെ എന്ന് കേൾക്കുന്ന വാക്ക് എന്തോ പോലെയാണ്. ആദ്യം തൊട്ട് പണ്ടേ ഞാൻ പറയത്തില്ല അങ്ങനെ ഒരു വാക്ക്. അപ്പൊ ഇവിടെ വന്ന് കേട്ടപ്പോൾ അങ്ങനെ. പക്ഷെ ഞാൻ പിന്നെ എല്ലാവരുമായിട്ടൊക്കെ ഇവിടെ നാട്ടിൽ തന്നെ എല്ലാവരുമായിട്ടൊക്കെ പരിചയപ്പെട്ടു. ഏതൊരു വ്യക്തിയും ഇവിടെ പറയുന്നത് കൊല്ലത്തിന്റെ ഒരു മെയിൻ ഇതാന്ന് തോന്നുന്നു, തോനെ എന്നാണ്. ഒരുപാട് ഒത്തിരി എന്ന് പറയും, തോനെ എന്ന് പറയും. നമ്മളവിടെ ഒരുപാട് കുറെ എന്നൊക്കെ പറയുന്നതിന് അവർ ഒത്തിരി തോനെ എന്ന് പറയും. അപ്പൊ ഞാൻ ഈ ചേട്ടനായിട്ട് ഇളക്കാൻ വേണ്ടിയിട്ട് എനിക്കെന്തോ അതെന്തോ എനിക്കതൊരു ഇഷ്ടമല്ലാത്തത് കൊണ്ട് എന്നെ ഇട്ട് ഇളക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു 1000 തവണയെങ്കിലും തോനെ എന്ന് പറയും. ഇപ്പൊ എനിക്കതങ്ങ് ശീലമായി, കാരണം ഇവിടെ കൊല്ലത്ത് പൊതുവെ ഉള്ളൊരു യൂസ് ചെയ്യുന്ന ഒരു വാക്കാണത്. പിന്നെ ഉള്ളത് എവിടെയെന്ന് ചോദിക്കുന്നത് എന്തിയെ എന്ന്. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഇഷ്ടമായിട്ടോ, ഇവിടുത്തെ സ്ലാങ് ഒക്കെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ കൂടുതൽ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തെ കാട്ടിയും കൊല്ലം സ്ലാങ്ങിലാണ് സംസാരിക്കുന്നത്. കാരണം കുറച്ച് വർഷമായിട്ട് ഇവിടെ ആണല്ലോ നമ്മൾ. ചേട്ടനായിട്ട് മുമ്പേ ഫോണിൽ സംസാരിക്കുമ്പോഴും തന്നെ എന്റെ ഒരു ഇതൊക്കെ മാറിയപ്പോൾ തന്നെ ഫ്രണ്ട്സ് ഒക്കെ ചോദിച്ചു, റിലേറ്റീവിന്റെ അടുത്ത് ചടങ്ങിന് പോയപ്പോൾ എന്റെ ഒരു ചേച്ചി ചോദിച്ചു, നിന്റെ സംസാരമൊക്കെ അങ്ങ് മാറിപ്പോയില്ല, ഇപ്പൊ തിരുവനന്തപുരത്തിന് ഒരു ഇതല്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എന്തൊക്കെ തന്നെ പറഞ്ഞിരുന്നാലും എത്രയൊക്കെ പറഞ്ഞാലും ഞാനൊന്ന് സ്പീഡിൽ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ തീർന്നു. നമ്മുടെ തിരുവനന്തപുരം ഭാഷ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എത്ര വർഷം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ മാറത്തില്ല. പണ്ട് ഞാൻ മാറൂല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മാറത്തില്ല, കണ്ടല്ലോ. ഇപ്പൊ എങ്ങനെയൊക്കെ നമ്മൾ സംസാരം, ഇപ്പൊ തിരുവനന്തപുരം കൊല്ലം മിക്സഡ് ആയിപ്പോയി ഞാൻ. അപ്പൊ എന്റെ സംസാരം അങ്ങനെയൊക്കെ വരത്തുള്ളൂ. നിങ്ങൾ ക്ഷമിക്കണം, എന്റെ തിരുവനന്തപുരക്കാർ ക്ഷമിക്കണം, അവൾ വലിയൊരു പരിഷ്കരി, അവൾ കൊല്ലത്തേക്ക് മാറിയപ്പോൾ ഇങ്ങനെ തന്നെ പറഞ്ഞ് ആക്ഷേപിക്കരുത്. പിന്നെ മെയിനായിട്ടുള്ള ഒരു കാര്യം,
നമ്മളെ ഇവിടെ കൊല്ലത്ത് നമ്മൾ പൊതുവേ പറയുന്നത് ചൂല്, മുറ്റം തൂക്കുന്നതാലും അങ്ങനെ തൂക്കുന്നാലും ചൂല്. നമ്മളെ തിരുവനന്തപുരത്ത് വരെ കുറേ പേരെങ്കിലും പറയുന്നത് വെച്ചാൽ തുറപ്പ. അപ്പൊ തുറപ്പ അത് വേറൊരു ജില്ലയിൽ ഉണ്ടാവൂല, അത് നമ്മളെ മാത്രം നാടിന്റെ ഒരു പ്രത്യേകതയുള്ള ഒരു വേർഡാണ് തുറപ്പ. അപ്പൊ ഇവിടെ നിന്ന് വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, കാരണം എനിക്ക് മുന്നേ ചേട്ടനായിട്ട് ഫോണിലൊക്കെ സംസാരിക്കുന്നതിന് അറിയാം സംഭവങ്ങൾ എങ്ങനെയൊക്കെയാന്നുള്ളത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മുടെ തിരുവനന്തപുരത്ത് സ്വന്തം തുറപ്പ, ഇവിടെ സ്വന്തം ചൂല്. ഇവിടെയും നാട് മൊത്തം ചൂലാണ് അതിന്റെ യഥാർത്ഥ പേര്. ഓക്കെ, പിന്നെ പറയുന്നത് എന്തുവാ, ഏണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതെന്റെ പേഴ്സണലി എന്റെ ചെവി കൊണ്ട് കേട്ട് എന്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. കൊല്ലം ജില്ല മൊത്തത്തിൽ അങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, പൊതുവെ ഉള്ളവരാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഏണെന്ന് പറയുന്നത് നമ്മുടെ ഈ മുതുകിന്റെ താഴ്ഭാഗം എന്നാ തോന്നുന്നത്, നടുവിന്റെ ആ ഒരു ഭാഗത്തിനാണ് ഏണെന്ന് പറയുന്നത്. ഏണിന് ഭയങ്കര വേദന എന്നുള്ള രീതിയിൽ പറയുന്നത്. പിന്നെ നമ്മളിത് ഈ സംഭവം നമ്മുടെ പുറകു ഭാഗത്തിന് കുറുക്ക് എന്ന് പറയും, തിരുവനന്തപുരത്തുകാർ കുറുക്ക് എന്ന് പറയാറുണ്ട്. പിന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ ഞാൻ നാട്ടും പുറത്തുള്ള ഒരു ഇതാണ് പറയുന്നത്. സിറ്റിയിലുള്ള ജീവിതം എങ്ങനെയാണെന്നും എനിക്ക് അറിയത്തില്ല കൂടുതൽ. ഞാൻ വളർന്നത് തിരുവല്ലം എന്ന് പറയുന്ന ഒരു സാധാ സ്ഥലത്താണ് ഞാൻ ജനിച്ചത്, വളർന്നത്. അപ്പൊ അവിടുത്തെ രീതി മാത്രമേ എനിക്കറിയാവുള്ളൂ. അങ്ങനെ അപ്പൊ അതൊക്കെ ഓക്കെ, അത് ഓരോയിടത്ത് ഓരോ രീതികളാണ്. പിന്നെ നമ്മൾ എന്താ പറയാ, ചേരെ തിന്നുന്ന നാട്ടിൽ പോയാൽ നടുന്നുണ്ടോ നോക്കി കഴിക്കണമെന്ന് അറിയത്തില്ല, അതേ കണക്കാണ് എന്റെ ഒരു കാര്യവും. പിന്നെ ഞാൻ ഇവിടെ വന്ന് ഇപ്പം ചുറ്റുപാട് ഇടപെടുന്ന എല്ലാം കൊല്ലംകാരാണ്. അപ്പൊ അതുകൊണ്ട് കൊല്ലത്തിന്റെ ഒരു രീതിയിലായിപ്പോയി എന്റെ സ്ലാങ്. എന്ന് വെച്ചാൽ എന്റെ തിരുവനന്തപുരത്തിന്റെ ഒരു ഇതൊന്നും എന്റെ മനസ്സിൽ നിന്നോ എന്റെ സംസാരത്തിൽ നിന്നോ പോകത്തില്ല. ഞാൻ സ്പീഡിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരുവനന്തപുരംകാരി തന്നെയാണ്. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പറയുമല്ലോ അശയിൽ തുണി വിരിച്ചു എന്ന് പറയുമല്ലോ. അപ്പൊ ഇവിടെ അശയില് തുണി നീർത്തിട്ടു എന്നാണ് പറയുന്നത്. തുണി നീർത്തിട്ടായിരുന്നോ അല്ലെങ്കിൽ തുണി നീർത്തിടണേ എന്നൊക്കെയാണ് പറയുന്നത്. പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ പുളിശ്ശേരി അങ്ങനത്തെ എന്തെങ്കിലും കറി അല്ലെങ്കിൽ മീൻകറിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ പറയും അയ്യോ കുറച്ച് വെള്ളം കൂടിപ്പോയല്ലോ, ഇച്ചിരി എന്താ പറയാ ഇത്തിരി ലൂസായി പോയി, കറി കട്ടി കുറഞ്ഞു പോയി എന്നൊക്കെ പറയത്തില്ല, അതിനെ ഇവിടെ പറയും നീണ്ടുപോയി എന്ന് പറയും. ഇത് മൊത്തത്തിലുള്ളതാണോ എനിക്കറിയത്തില്ല, എന്റെ പേഴ്സണലി ഉള്ള അഭിപ്രായമാണ്. ഞാനത് എടുത്തെടുത്ത് പറയുന്നത് വെച്ചാൽ, നിങ്ങൾ കൊല്ലംകാരി ഇങ്ങനെ അല്ല സംസാരിക്കുന്നതെങ്കിൽ ആരെങ്കിലും എന്നെ എടുത്തിട്ട് ട്രോളരുതെന്ന് പറഞ്ഞിട്ടാണ് ഞാനത് പറയുന്നത്. കറി നീണ്ടുപോയി എന്ന് പറയും. അപ്പൊ എനിക്ക് ആദ്യം മനസ്സിലായില്ല, നീണ്ടുപോയി എന്ന് പറഞ്ഞാൽ എന്തോ കറി നീണ്ടുപോയി എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് വിചാരിച്ചു. അപ്പൊ പറഞ്ഞതെന്ന് വെച്ചാൽ വെള്ളം കൂടിപ്പോയി, കുറച്ച് കട്ടി കുറഞ്ഞു പോയി എന്നാണ് അത് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് രസകരമായ ഒരു കാര്യം പറയാനാണ് ഞാനിന്ന് വന്നത്. അപ്പൊ നിങ്ങളുടെ എന്താ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ മടിക്കാതെ കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.